നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, പാപം എത്ര വർദ്ധിച്ചു വരുന്ന ഒരു കാലത്തിലാണ് നമ്മുടെ ജീവിതം. ഒരല്പം സാമൂഹ്യ പശ്ചാത്തലത്തിലൂടെ നിങ്ങളുടെ മനസ്സിൽ അത് കൊണ്ടുപോകട്ടെ. പണ്ടൊക്കെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിക്കായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ പറ്റും. നിങ്ങളുടെ കൂടെ ഉണ്ടോ? നിങ്ങളൊക്കെ ന്യൂസ് കേൾക്കുന്നവരല്ലേ? നിങ്ങളൊക്കെ വാർത്ത വായിക്കുന്നവരല്ലേ? പണ്ടൊക്കെ കുറെ വർഷം ഇവിടെ ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത് തിരിച്ച് നാട്ടിൽ പോകണമെന്ന് ചിന്തിച്ചവരാ നമ്മളിൽ പലരും. ഇന്ന് ആ ചിന്തയൊക്കെ മാറുക. കാരണം എങ്ങോട്ട് പോകാൻ താല്പര്യമില്ല. നിങ്ങളിവിടെ ഉണ്ടോ? എന്തൊക്കെ സംഭവങ്ങളാണ് കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അഭിമാനത്തോടെ നമ്മൾ പറയും. ഏറ്റവും ഭംഗിയുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അഭിമാനത്തോടെ നമ്മൾ പറയും. യാഥാർത്ഥ്യമല്ലേ? പക്ഷെ അറിവ് വർദ്ധിച്ചത് കൊണ്ടോ, പഠനം നിലവാരം ഉയർന്നത് കൊണ്ടോ മനുഷ്യന്റെ സംസ്കാരം ഉയരുന്നില്ല. നടക്കാൻ പാടില്ലാത്ത എന്തൊക്കെയാ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഹലോ, പാപം വർദ്ധിച്ചു വരികയല്ലേ? സമാധാനം നഷ്ടപ്പെടുകയല്ലേ? സ്വസ്ഥത ഭവനങ്ങളിൽ നിന്ന് മാറിപ്പോവുകയല്ലേ? ഒരു ജോലി തരാൻ ഗവൺമെന്റിന് കഴിയും, 2 രൂപയ്ക്ക് അരി തരാൻ ഗവൺമെന്റിന് കഴിയും, പല സാമൂഹിക നന്മകൾ ഒരുക്കാൻ അവർക്ക് കഴിയും. ചിലപ്പോൾ ലൈഫ് പദ്ധതിപ്പെടുത്തി ഒരു കൊച്ചു വീട് നമുക്ക് ഉണ്ടാക്കി തരാനും ഗവൺമെന്റിന്. പക്ഷെ സമാധാനം തരാൻ, ഒരു മനുഷ്യന്റെ പാപത്തെ മായ്ച്ചു കളയാൻ ലോകത്തിൽ മറ്റൊന്നിനും കഴിയില്ല. അത് കഴിയുന്ന ഒരു പുസ്തകത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്, അത് നമ്മുടെ കയ്യിലുള്ള ദൈവത്തിന്റെ വചനമാണ്. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്ന, ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശമാണ്. നോ എന്ന് പറയാൻ തന്റെ ഇടമുള്ള ഒരു പുസ്തകമാണ് ദൈവത്തിന്റെ വചനം. ഈ വഴി തെറ്റാണെന്നും ഈ വഴി യാത്ര ചെയ്യരുതെന്നും ഇത് യോഗ്യമല്ലെന്നും പറയുന്ന ഒരു പുസ്തകമാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശു ക്രിസ്തു എന്നൊരു വ്യക്തിയെ ഇന്ന് രാത്രി പരിചയപ്പെടുത്തുമ്പോൾ യേശു ചെയ്യുന്ന ഏറ്റവും വലിയ അത്ഭുതം ഒരു ജോലി നൽകുന്നതല്ല. യേശു ചെയ്യുന്ന ഏറ്റവും വലിയ അത്ഭുതം ഒരു ഷർട്ട് നൽകുന്നതല്ല, കേവലം ഒരു ഭൗതിക നന്മയല്ല, നിങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി സ്തോത്രം, പാപത്തിന്റെ കെട്ടിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച് കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് നിങ്ങളെ കഴുകി ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കുന്ന സ്നേഹമുള്ള കർത്താവിനെയാണ് ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്.